ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഓണം. അപ്പോൾ നമ്മൾ ഓണം എല്ലാ പ്രാവശ്യവും ആഘോഷിക്കുന്നത് നമ്മുടെ വലിയ അപ്പൂപ്പൻ്റെ വീട്ടിലാണ്. പറയുമ്പോൾ എൻ്റെ അച്ചച്ചനൊക്കെ 3 മക്കളാണ്. എൻ്റെ അച്ചച്ചനാണ് ഏറ്റവും മൂത്തത്, പുരുഷോത്തമൻ, ശശി, പിന്നെ പീതാംബരൻ. അതിൽ പീതാച്ചൻ്റെ വീട്ടിലാണ് ഞാൻ ചെറുപ്പം മുതലേ നിൽക്കുന്നത്. എനിക്കൊരു 3 വയസ്സുള്ളപ്പോഴത്തേക്കും ഒരു വലിയ കഥയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനും അമ്മ അനിയത്തിയും പിന്നെ അച്ഛൻ്റെ അനിയൻ, എൻ്റെ കൊച്ചിച്ചൻ, ചിറ്റ, അവരുടെ മക്കളൊക്കെ എല്ലാവരും ഒരുമിച്ച് താമസിക്കണം, വേറെ മാറിയിട്ട്. പിന്നെ നമ്മുടെ ശശിയപ്പ നമ്മൾ പണ്ട് തൊട്ട് അവിടെ ആഘോഷിക്കുന്നത്. പണ്ട് ശശിയപ്പയുടെ മക്കളൊക്കെ കല്യാണം കഴിക്കണ മുമ്പ് 2 മക്കളുണ്ട് ശശിയപ്പയുടെ മക്കളൊക്കെ കല്യാണം കഴിക്കണ മുമ്പ് നമ്മളവിടെ രാത്രി തലേദിവസം പോയി സ്റ്റേ ചെയ്തിട്ട് അന്ന് അത്തപ്പൂക്കളം ഒരുക്കാൻ പൂവൊക്കെ ഇങ്ങനെ കിള്ളി വെക്കും. പിന്നെ ഓരോ അച്ചാറൊക്കെ ഉണ്ടാക്കിയൊക്കെ ചെയ്യും. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആഘോഷിച്ചുകൊണ്ടത്. പിന്നെ അവർ കല്യാണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ഓണത്തിന് അന്ന് രാവിലെ എൻ്റെ അച്ഛൻ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ചെന്ന് അവിടെ നിന്നാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ അതേപോലെയാണ് ഇത്തവണ ഒരു മാറ്റമില്ല, നമ്മളവിടെ തന്നെ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് പോവുകയാണ്, നമ്മുടെ ശശിയപ്പയുടെ വീട്ടിലേക്ക്. അപ്പോൾ എൻ്റെ അനിയത്തിയുണ്ട്. ബാക്കി വീട്ടിൽ നിന്ന് എല്ലാവരും ഓരോരുത്തർ വണ്ടിയിലും കാറിലും അതിലും ഒക്കെ ആയിട്ട് പോയി. നമ്മൾ ബസ്സിന് പോകണം. രാവിലെ ഇവിടെ നിന്ന് കൊച്ചിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പയുടെ മോൻ. അപ്പോൾ വന്ന സമയത്ത് നമ്മളാരും കുളിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ പീതാച്ചന് ശാരദാമ്മയുണ്ട്, അവരുണ്ട് പോകുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ. അതെ, ആക്ച്വലി പൂ വെച്ചിട്ട് നമ്മൾ പണ്ട് അത്തക്കളമൊക്കെ ഇടുമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇന്നലെയൊക്കെ മഴ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് വിചാരിച്ചിരുന്നു മഴ ആകുമായിരിക്കും, പക്ഷെ ഇന്നലെ വെയിലുണ്ട്. ഇത്ര വെയിൽ വേണ്ടെങ്കിലും പക്ഷേ മഴയില്ലല്ലോ, അതുകൊണ്ട് അതെ. അനു ഹായ്. എനിക്ക് ഞങ്ങളുടെ ഉടുപ്പ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇഷ്ടപ്പെട്ട ഉടുപ്പ് ഇടുമ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണല്ലോ, അതൊരു വേറെ ഒരു ഇതാണ്. സോ ഫുഡൊക്കെ എൻ്റെ അച്ഛനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകണത്. അപ്പോൾ ഇനി അവിടെ ചെന്ന് തിന്നാൽ മാത്രം മതി. പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഞങ്ങൾ നടത്തുമ്പോൾ അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. പക്ഷേ അല്ലാത്തപ്പോൾ ഒരുപാട് ബസ് ഉണ്ടാവും. നമ്മൾ എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ ഒറ്റ ബസ് പോലും കാണില്ല. പിന്നെ കുറേ കഴിഞ്ഞാണ് നമുക്ക് ബസ് കിട്ടിയത്. അങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ഫൈനലി നമുക്ക് ബസ് കിട്ടി. ബസ്സിലിങ്ങനെ പോവാണ്. ബസ് കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻ്റാണ് കേട്ടോ. അങ്ങോട്ട് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നടക്കണ വീട്ടിലേക്കും. അപ്പോൾ വഴി വെച്ച് നമ്മുടെ കൊച്ചന്മാരെ കണ്ടു. അവർ രണ്ടും എവിടെയോ പോയതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കിടക്കാനുള്ളൂ. ഞങ്ങൾ വേറൊരു സ്റ്റോപ്പിലാണ് ഇറങ്ങാനിരുന്നത്. പക്ഷേ ഈ വഴി പോകാൻ നല്ല രസം. ഒരുപാട് പാടവും, നമ്മുടെ അവിടെ പാടം ഇല്ലാത്ത പോലെ അല്ല, എന്നാലും ഇവിടുത്തെ പാടം ഇപ്പോൾ അത് വേറൊരു പാടമാണല്ലോ. മനസ്സിലായി ഇവന് പാടമി. സോ എൻ്റെ കസിൻസൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാണ്. അവരൊക്കെ കാണാൻ വി ആർ സോ എക്സൈറ്റഡ്. സോറി, ഞാൻ എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ കുറച്ച് പറഞ്ഞു വരുമ്പോൾ എതിറ്റൊക്കെ പോകും. പശു പുല്ല് തിന്നുകയാണ്. അതെ, ഉച്ചത്തെ വെളിച്ചം പോകുന്നു. പശുവിൻ്റെ സദ്യ പുല്ല്. അതെ, പശു എന്നും ഓണമായിട്ട് സദ്യ ഒന്നാണ്, പുല്ല് സദ്യ. ദാറ്റ്സ് ക്യൂട്ട്. അമ്മ അച്ഛനും ഞങ്ങൾ മൈൻഡൊക്കെ കണ്ട് പോകുന്നുണ്ട്. അതെ, ഞങ്ങളിങ്ങനെ പതുക്കെ സ്ഥലമൊക്കെ കണ്ട് അതൊക്കെ ആസ്വദിച്ച് പതുക്കെ പോകണത്. വാവ്, നല്ല രസം. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇതിലൊക്കെ ഇറങ്ങി നടക്കാമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ടതുകൊണ്ട് വീടും. സോ ഇതാണ് നമ്മുടെ അപ്പയുടെ വീട്. നമ്മൾ വർഷങ്ങളായിട്ട് ഓണം ആഘോഷിക്കുന്ന വീട്. ഓ, അവിടെ പത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്, കൊള്ളാം. അപ്പോൾ നമ്മുടെ സദ്യയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി അങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി. ഇത്ര സാധനങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം കഴിഞ്ഞ വട്ടം ഇത്ര സംഭവമില്ലായിരുന്നു. പക്ഷേ ഇന്ന് കുറേ സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ സാധനമൊന്നും ഇല്ല. രസവും പച്ചമോരും ഇത്തവണ ഇല്ല. പിന്നെ അതല്ലാണ്ട് വേറെന്തോ കുറേ കറി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അച്ഛൻ. നമുക്കിനി സദ്യ കഴിക്കാം. ഞങ്ങൾക്ക് മുമ്പ് ഇവിടെ അനിയത്തിനായിരുന്നു, കസിൻസ് ഇരുന്നു. പിന്നെ ഇതാണ് നമ്മൾ സദ്യ. എത്ര നാളെ ഒരു സദ്യ കഴിച്ചിട്ട് നമ്മളെല്ലാവരും സദ്യ കഴിച്ചു. ക്ലാസ് എടുക്കാൻ വേണ്ടി ഇവിടെ നമ്മുടെ അപ്പയുടെ വീടിൻ്റെ അടുത്തൊരു തറവാടുണ്ട്.
ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല, പട്ടി ഉണ്ടോയെന്ന് അറിയില്ല. അതായത് നമുക്ക് ജസ്റ്റ് പോയി നോക്കാം. നല്ല സ്ഥലമാണ്, നല്ല രസമാണ്. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ള ഒരു തറവാട്ടിൽ വന്നതാണ്. അവരോട് ചോദിച്ചിട്ടാണ് വീഡിയോ എടുക്കണം. അവിടെ എൻ്റെ അനിയത്തി ഓടിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കാൻ. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസ് ഇവിടെ മാറി നിൽക്കുന്നുണ്ട്. നമ്മുടെ കീത്തുക്കുട്ടി, കീത്തുവേ കീത്തുവേ അതെൻ്റെ ഏറ്റവും ചെറിയ, ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും ചെറിയ കസിനാണ്. അല്ല, ഇനിയുണ്ടൊരു ചെറുത്, ഇതിൻ്റെ ഒരു ചെറുതുണ്ട്. അതാണ് നമ്മുടെ ഇപ്പം നിലവിലുള്ള ഏറ്റവും ചെറുത്. ശാന്തിനി, ഞാനിവിടെ ഉണ്ട്, ശാന്തിനി ഉണ്ട്, അനു അമ്മ എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. ഇനി നമ്മുടെ വീഡിയോ, ഓരോരുത്തരുടെ വീഡിയോ അവളിങ്ങനെ എടുത്തെടുത്ത്. എൻ്റെ അനിയത്തിക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടമല്ല, പക്ഷേ ആരുടെയെങ്കിലും എടുത്തു കൊടുക്കാൻ അവർക്ക് ഇഷ്ടം ഭയങ്കര. അപ്പോൾ നമ്മളെല്ലാവരും എടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെ ആകുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ആൻറ്റിയും നമ്മുടെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ അനിയത്തി ഷീ ഡോണ്ട് ലൈക്ക്, ഞാൻ പറഞ്ഞല്ലോ ക്യാമറയിൽ വരാൻ ഇഷ്ടമല്ല. പിന്നെ ശാന്തിനി ക്യാമറ വരാൻ ഇഷ്ടമുള്ള ഏക വ്യക്തി. വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നമ്മൾ പോവാണ്. ക്ഷീണിച്ച് കുറേ എടുത്ത്, ഞാൻ എത്ര എടുത്തിട്ട് ശരിയായിരുന്നു. ഇപ്പോഴാണ് നമ്മളൊന്ന് ആശ്വസിച്ചത്. അതെ, കാരണം ഞാൻ എങ്ങനെ വീഡിയോ എടുത്താലും ഞാൻ ഇങ്ങനെ ഈ റോബോട്ട് കിടക്കണ പോലെ കിടക്കുള്ളൂ. അത് പണ്ടോട്ടേ ഉള്ളത്. പക്ഷെ ഇവരൊക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഔട്ട്ഫിറ്റ് ഓണത്തിൻ്റെ മാച്ചാണ്, നമ്മൾ ചുരിദാറായിട്ടാണ്. അതുകൊണ്ട് ഇവർക്ക് ആ വീട്ടിൽ നമ്മൾ ആ ഒരു തറവാടിൽ പോയിട്ട് കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. എല്ലാവരും എടുത്ത വീഡിയോസ് അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ട്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണമാണ്. ചൂണ്ടില്ല ചായ കുടിക്കണം. ഓൾമോസ്റ്റ് ഓണം ഫിനിഷ് ആകാൻ പോകണം. അപ്പൂ എൻ്റെ കൊച്ചിൻ്റെ മോളാണ്. അതായത് അതും എൻ്റെ അല്ല, കൊച്ചിൻ്റെ മൂത്ത മോള്. ഇത് പിന്നെ അതെൻ്റെ സിസ്റ്റർ. ഞാൻ സുന്ദരിയല്ലേ. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ബിസ്ക്കറ്റും ചായ എന്തൊക്കെ ആയിരുന്നു കഴിക്കാൻ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഓണം. ഏകദേശം ഓൾമോസ്റ്റ് തീരാറായി. പിന്നെ കുറേ സംസാരിച്ച് അവിടെ ഇരുന്നു. പിന്നെ ഫോട്ടോ ഒക്കെ കുറേ അടുത്തല്ല, അതൊക്കെ സെൻഡ് ചെയ്ത് മേടിച്ചു. എല്ലാം കഴിഞ്ഞു, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു. ഈയൊക്കെ ഈക്കോലെ ആയി, എല്ലാവരും കൂടെ പിള്ളേരായിട്ട് കളിച്ചൊക്കെ വന്നു. അപ്പോൾ ബൈ പറഞ്ഞേ. ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.